സതീശൻ കൊച്ചേട്ടോ, ആ ചെറുക്കൻ ജാമ്യത്തിലൊക്കെ ഇറങ്ങി കുളിച്ച് കുട്ടപ്പനായിട്ട് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. വല്ല നിവൃത്തിയുണ്ട് അവനെ ഇപ്പോഴെങ്ങാനും കോൺഗ്രസിൽ കയറ്റിയിട്ട് ആ പാലക്കാടോ എന്നതെങ്കിലുമൊക്കെ എടുക്കാൻ നോക്കൂ. ഇല്ലെങ്കിൽ പാലക്കാട് കോൺഗ്രസിനെ നിർത്തിയാൽ പോലും ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ പിള്ളേരെയൊക്കെ നിർത്തുന്നത്, നിങ്ങൾ ഈ പ്രായമായവരൊക്കെ ഇനി എന്തിനാ ഇരിക്കുന്നത്? ചുമ്മാ ഈ പറയുന്ന മന്ത്രിയാകാനായിട്ട് ജിജ്ഞാസ മൂത്തങ്ങോട്ടിരിക്കേണ്ട വല്ല കാര്യമുള്ളതാണോ? ഇനി ഈ പ്രായത്തിൽ എന്നാക്ക് അസുഖം വരാൻ കിടക്കുന്നു? പ്രഷർ, ഷുഗർ, മുട്ടേപ്പനി, മൂക്കിപ്പനി, എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും. ഇതിനൊക്കെ കൂടി എല്ലാവരും കൂടെ ഈ അമേരിക്കയ്ക്ക് വിടുക എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ഞങ്ങളെ കൊണ്ടത് മുതലാകുകയല്ല. അതാ സത്യം. എല്ലാം ഈ പറഞ്ഞ പിരിക്കുന്ന പൈസ അല്ലേ നീ. അല്ല, അത് വെച്ച് കണക്ക് കൂട്ടുമ്പോ ഈ പറഞ്ഞ പോലെ ഈ കുരുപ്പ് പിടിച്ച് എന്താ കോൺഗ്രസ് കുഞ്ഞിക്കോഴികളെയൊക്കെ കൂടെ കൂട്ടി എല്ലാ വർഷവും 10 ദിവസം പട്ടായക്ക് അങ്ങ് വിടുവാണെങ്കിൽ അത് പിന്നെ മുതലാവും. മനസ്സിലായില്ലേ? അല്ലാതെ ഈ ഒടുക്കത്തെ നമ്പർ 1 ഫെസിലിറ്റി വെച്ചിട്ടുള്ള ഒരു ആശുപത്രി പോലും ചെയ്യാൻ പറ്റത്തില്ലാത്ത അത്ര സ്മാരക രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഈ പ്രായമായവരൊക്കെ മാറിയിട്ട് യൂത്ത് ഉണ്ടല്ലോ, നിലവിലിപ്പോൾ യൂത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടം ഉണ്ട്. രാഹുൽ മാങ്കൂട്ടം ലിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് വരേണ്ട രാഹുൽ മാങ്കൂട്ടമാണ്. ഷാഫി ഉണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. എവിടെ നിർത്തണമെങ്കിൽ എത്ര ജില്ലാടിസ്ഥാനത്തിൽ വേണം വേർതിരിച്ച് കൊടുക്കാൻ പറ്റുന്ന അത്ര ആൾക്കാരുണ്ട്. പാലക്കാട് രാഹുലിനാണെങ്കിൽ അടുത്തത് തൃശ്ശൂർ വേറൊരാൾക്ക്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പിള്ളേർ നല്ല കാലിബറുള്ളവന്മാർ. അവന്മാരെ പിടിച്ചിട്ട് എല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പം നോക്കിക്കും. ഇപ്പോഴാണെങ്കിൽ ഈ 3 ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയത് കുറ്റവിമുക്തനാക്കിയെന്നുള്ള അഭിപ്രായം നമുക്കില്ല. പക്ഷേ ഒരു ഗുരുതരമായ ഒരു പ്രശ്നത്തിനകത്ത് ജാമ്യം കിട്ടുക എന്ന് പറയുന്നത്, ഗുരുതരമായിട്ട് പറഞ്ഞ ഒരു പ്രശ്നത്തിനകത്ത്, അല്ലെങ്കിൽ ഗുരുതരമായിട്ട് കേസ് കൊടുത്ത ഒരു പ്രശ്നത്തിനകത്ത് ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഈ മീഡിയക്കാരെ ഭയങ്കര ബുദ്ധിമുട്ടല്ലയോ ഈ പറയുന്ന പോലെ. എന്തുവായിരുന്നു കർശന ഉപാധികളോടെ ജാമ്യം. ഇവിടെ ഈ ഉപാധി ഇല്ലാതെ എവിടെങ്കിലും നിങ്ങൾ ജാമ്യം കേട്ടിട്ടുണ്ടോ? നാട് വിട്ടു പോകരുത്, സാക്ഷിയെ അല്ലെങ്കിൽ അവരെ മറ്റേ അതിജീവിത അല്ലെങ്കിൽ വാദിയെ പറയുന്ന ടോർച്ചർ ചെയ്യാനോ അവരെ പേടിപ്പിക്കാനോ ഭീഷണിപ്പെടുത്താനോ പോകരുത്, സാക്ഷിയെ സ്വാധീനിക്കാൻ പോകരുത്, വിളിക്കുമ്പോൾ എല്ലാ ആഴ്ചയും വന്നിട്ട് ഒപ്പിട്ടിട്ട് പോകണം. ഇതൊക്കെ എല്ലായിടത്തും പറയുന്നതല്ലേ. ഈ രാഹുലിന് മാത്രം തന്നെ പ്രത്യേകിച്ചായിട്ട് ഇതങ്ങോട്ട് പറയേണ്ട കർശന ഉപാധി എന്ന് പറയേണ്ട കാര്യം എന്നാ? ബുദ്ധിമുട്ടല്ലയോ ജാമ്യം കിട്ടിയെന്ന് അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട്? എന്തോള പത്രപ്രവർത്തനമാണ് ചേട്ടന്മാരെ. അപ്പൊ ഇതാ പറയാനുള്ളത്. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ കോൺഗ്രസിൽ ഈ പറയുന്ന പ്രായമായ കുറച്ച് ആൾക്കാരൊക്കെ മാറി നിൽക്കുക. ഇനിയിപ്പോൾ ഞാൻ പറയട്ടെ, കേന്ദ്രത്തിലാണെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി അല്ലേ വരുന്നത്? അല്ല സോറി, കേന്ദ്രത്തിൽ വരുന്നു എന്നല്ല പറഞ്ഞ്, രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ വരട്ടെ. അല്ലാതെ ഈ പറയുന്ന പണ്ടത്തെ പോലെ ഈ പ്രായമായ ആൾക്കാരെ കൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. ഒന്നത്തെ കാര്യം, ഈ യൂത്തിലുള്ള ഒരാൾക്കാർ ഈ പറയുന്ന ഈ ഷഷ്ടിപൂർത്തി ടീംസിനൊന്നും വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യൂത്തിലുള്ള എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിലുള്ള നല്ല ഉദ്ദേശം യുവാക്കളായിട്ടുള്ള ആൾക്കാർ. ഞാൻ വോട്ടൊന്നും ചെയ്യത്തൊന്നുമില്ല ഈ പറഞ്ഞ ഏതെങ്കിലും കളവന്മാരെയൊക്കെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ. ചുമ്മാ ഓരോ വല്ല കാര്യമുണ്ടോ? കുറച്ച് കഴിയുമ്പോഴത്തേനും അസുഖം വന്ന് ഇത് നമ്മൾ ചികിത്സിക്കണം. ഈ ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങാണ്ട് എന്നാൽ പിന്നെ വല്ല ഇൻഷുറൻസ് കൊടുക്കും, ഹെൽത്ത് ഇൻഷുറൻസ്. ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ട് മന്ത്രിസഭയിൽ കയറുന്ന പോലെ ഓരോരുത്തന്മാരൊക്കെ വന്ന് കയറിയേക്കുന്നത്. എന്നിട്ട് മുണ്ടഴിച്ചിട്ട് തുള്ളിയാൽ മതിയല്ലോ. നല്ല കാര്യമുള്ള കാര്യമാണോ? അല്ലെങ്കിൽ പിന്നെ ഇവിടെ ചികിത്സിക്കണം, മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കേ പറ്റുള്ളൂ എന്ന് ഒരു സിസ്റ്റം വെക്കണം. മന്ത്രിമാരൊക്കെ ഇവിടെ മെഡിക്കൽ കോളേജിൽ മാത്രം ചികിത്സിച്ചാൽ മതി, അല്ല വെളിയിൽ പോയി ചികിത്സിക്കാൻ പറ്റുകയില്ല. എന്നൊരു പരിപാടി വല്ലതും ഉണ്ടാക്ക്. അടുത്ത തവണ വരുമ്പോൾ വല്ല അങ്ങനത്തെ വല്ല എന്തെങ്കിലും ഐറ്റം വല്ലതും ഇറക്കാൻ പറ്റുമെങ്കിൽ അത് നോക്ക്. അല്ലാതെ ഇപ്പോഴാണെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നാണ് കരക്കമ്പി. അതിനിപ്പോൾ കോൺഗ്രസ് വിരുദ്ധ വികാരം ആക്കി കഴിഞ്ഞാൽ പ്രശ്നം. അല്ലാതെ നിങ്ങൾ ഈ പെടലിക്ക് പിടുത്തവും കഴുത്തിന് പിടുത്തവും കൊങ്ങായ്ക്ക് പിടുത്തവും നിങ്ങൾ മാറി നിൽക്കും. ഒന്നാമത് ഈ പിള്ളേർക്ക് ഒരു അവസരം കൊടുക്കുക, അവന്മാരെന്തെങ്കിലും ചെയ്യട്ടെ. ഞമ്മരെ കൊണ്ട് പറ്റുകയില്ല, നിങ്ങൾക്ക് പറ്റുള്ളെങ്കിൽ ചെയ്യുക. അല്ലാതെ ഈ പറയുന്ന പോലെ ഈ എന്തുവാ കടവിറങ്ങിയതിന്റെ തഴമ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നീ അമ്മരെ ഒരു പാലം പണിത് അമ്മാരെ മണ്ടേ കൂടെ വിടുന്നു. ഈ കടവെന്തിനാ ഇനി ഇപ്പൊ ഇറങ്ങാൻ പോകുന്നത് ഈ കാലത്ത്? ചെയ്യാൻ പറ്റുന്ന വല്ല കാര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ നോക്ക്. അല്ലെങ്കിൽ ഇത്തവണ ഈ പറയുന്ന പോലെ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞ് ഇനി ഒരു 5 വർഷം കൂടെ വായുമ്പൊളിച്ചിരിക്കേണ്ടി വരും. പിന്നെ പ്രതിപക്ഷ നേതാവെന്നല്ല, ഏത് പാർട്ടിയിൽ വല്ല കഴിവുള്ളവനെ വല്ലങ്ങാനും നല്ല മന്ത്രിമാരൊക്കെ ആക്കി വെക്കുവാണെങ്കിൽ, ഇനി ആശാൻ ഇപ്പം ആകണമെങ്കിൽ ആയിക്കോ, കൊച്ചേട്ടൻ ആയിക്കോ ഇനി മുഖ്യമന്ത്രി, ഒരു കുഴപ്പമില്ല. ഈ കീഴെയുള്ളമാരെയൊക്കെ പിടിച്ച് യൂത്തന്മാരാക്ക്. ഈ യൂത്തന്മാരുണ്ടല്ലോ, ഈ മറ്റേ വേറെ പാർട്ടി പോലൊന്നും അല്ലോ, കഴിവുള്ളമാരുണ്ട്. ഇവന്മാരെയൊക്കെ എന്തിനാ ഈ ചവിട്ടി താത്തോണ്ടിരിക്കുന്നത്? ഇതാ പറയുന്നത്, ഈ രാഷ്ട്രീയത്തിന്റെ അധികാരത്തിന്റെ ഈ ഒരു ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ പ്രശ്നമാണ്. ഇതുകൊണ്ടാ ഇമാതിരി കാര്യങ്ങളൊന്നും ഇന്നുള്ള തലമുറയ്ക്ക് ഇഷ്ടമല്ലാത്തത്.
നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഒന്നും വലിയ താല്പര്യമില്ലാത്തത്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനും വോട്ട് ചെയ്യാനും ഒന്നും വലിയ താല്പര്യമില്ലാത്തത്. നിലവിലുള്ളത് ഇവരൊക്കെ ഉള്ളൂ. ഇനി ഒരുത്തനും കിട്ടാനും പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും പഠിച്ച് നല്ല നിലയിലായി വെളിയിലൊക്കെ പോവുക, അല്ലാതെ രാഷ്ട്രീയത്തിന്റെ പുറകെ ഒന്നും ഒരുത്തനും നടക്കാറില്ല. അവസാന കാറ്റഗറിയിൽ അല്ലെങ്കിൽ അവസാന തലമുറയിൽപ്പെട്ടവരായിരിക്കും ഈ പറഞ്ഞ ഷാഫിയും രാഹുലും അങ്ങനെയുള്ള കുറെ ആൾക്കാർ. ഇവരൊക്കെ കൂടെ നിർത്താൻ നോക്ക്. ഇവരൊക്കെ പിടിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന സാധനത്തിന് എന്തെങ്കിലും വല്ല ഒന്ന് എണീക്കാനായിട്ട് നോക്ക്. മലം നട്ടിച്ച് കിടക്കുകയല്ലേ, ഒന്ന് എണീപ്പിക്കാൻ നോക്ക്. 2 ടേമായി. ഇപ്പം 3ാമത്തെ ടൈമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ കോട്ടയം പെട്ടിയും പൊക്കാണോ എടുത്ത് വിട്ടോണ്ടാ മതി. വേറെ വല്ല രാജ്യത്തും വേറെ വല്ല സംസ്ഥാനത്തും പോയി കോൺഗ്രസ് ഉണ്ടാക്കാൻ നോക്ക്. കേരള കോൺഗ്രസിന്റെ കിളി പോകും ഒരു തവണ കൂടെ ഈ സർക്കാർ എന്തിനാണ് ഇങ്ങനെ പലതവണ വരുന്നേ? കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും മാറ്റങ്ങൾ വരട്ടെ, എന്നാലല്ലേ ഈ ഒരു മത്സരബുദ്ധി ആ ഒരു സാധനം വരുള്ളൂ. നമ്മൾ നല്ലത് ചെയ്താലേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ എന്നൊരു സിസ്റ്റം വരുള്ളൂ. 2 തവണ ഒക്കെ സമ്മതിക്കാം, അതിക്കുള്ള തവണ വരിക എന്ന് പറയുന്നത് മോശമല്ലേ? അന്നേരം ഈ അവരുടെ അധികാരം കാണിക്കാനുള്ള ഒരു ലൈസൻസ് ആയി പോവല്ലേ? ആലോചിക്ക്, ചിന്തിക്ക്. അല്ലാതെ ഈ യുവാക്കളെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യം തീർക്കാനോ അല്ലെങ്കിൽ പണ്ട് ഞാൻ ഒരു പറഞ്ഞ വാക്ക് മാറ്റാൻ ഇരുമ്പോലൊക്കെ ഒന്നും അല്ലല്ലോ, അങ്ങ് മാറ്റ്. അല്ല അത് മാത്രമല്ല, ഇപ്പൊ ഞാൻ ഇപ്പൊ ആ ചെറുക്കൻ്റെ തോളെ തട്ടിയിട്ട് പോട്ടടാ സാരമില്ല നമ്മുടെ പാർട്ടിയല്ലേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. നിങ്ങളുടെ പാർട്ടിയിൽ ഈ പറഞ്ഞ തൊഴുത്തിക്കുത്തും തമ്മിലടിയും പണ്ട് തൊട്ടേ ഉള്ളതല്ലേ? അത് ആൾക്കാർക്ക് മനസ്സിലാകില്ല, ഈ കൂടെ നിൽക്കുന്നവർക്കും അറിയാമല്ലോ. അതങ്ങ് പറഞ്ഞാൽ പോരെ. ആരും എന്ന് പറഞ്ഞ് തോളെ കൈയിട്ട് കയറ്റിക്കൊണ്ട് വരണ ചെറുക്കൻ കയറി വന്ന് പാലക്കാട് പൊളിച്ചെടുക്കും, ഇല്ലേ? എന്നാ ഈ ബുദ്ധിമുട്ട്? അതെന്നാ അതാണ് ഈ പ്രശ്നം. അഭിമാനം കളയാനും പറ്റിയല്ല, ജയിക്കുകയും വേണം, എന്നാ ചെളിയൊക്കെ വാരി ഏറും കിട്ടുകയും വേണം. അത് കിട്ടിയിട്ടുമുണ്ട്. പാർട്ടിക്ക് എന്നതായിരുന്നു റിസിലിംഗ് നടക്കുമായിരുന്നു സ്റ്റേജിൽ. പാർട്ടി പറ്റുമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്കൂ, ഇല്ലെങ്കിൽ പാലക്കാടും പോവും കേരളവും പോവും, വായും പൊളിച്ചിരിക്കേണ്ടി വരും.